വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു മീൻ പീരയാണ്. ഞാനിവിടെ ഉപയോഗിച്ചിരിക്കുന്ന മീൻ കൊഴുവ എന്ന് പറയും. നെത്തോലി എന്ന് ചില സ്ഥലങ്ങളിൽ പറയും, ചില സ്ഥലങ്ങളിൽ കൊഴുവ എന്ന് പറയും. ഇത് നമുക്ക് ഈ മീൻ തന്നെ വേണമെന്നില്ല, വേറെ ഏതെങ്കിലും മീൻ ഉപയോഗിച്ച് വേണമെങ്കിലും ചെയ്യാം. ഞാൻ മാങ്ങ ഉപയോഗിച്ചാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് മീൻ പീര ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഞാൻ അതിനുവേണ്ടി 1/2 കിലോ നെത്തോലി കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ചെറിയ നെത്തോലി ആണെങ്കിലും കുഴപ്പമില്ല. എനിക്ക് കിട്ടിയ ഒരുമാതിരി നന്നായിട്ട് വലിയ നെത്തോലിയായിരുന്നു. അതിനുശേഷം ഒരു 150 ഗ്രാം കുഞ്ഞുള്ളി, കുറച്ച് പച്ചമുളകൊക്കെ ഞാൻ വേറെ മുളക് പൊടി ഉപയോഗിക്കുന്നില്ല, അതുകൊണ്ട് പച്ചമുളക് അവനവന് കിട്ടുന്ന എരിയുടെ അനുസരിച്ച് ഉപയോഗിക്കുക. പിന്നെ കുറച്ച് ഇഞ്ചി, കറിവേപ്പില ഇതെല്ലാം എടുത്ത് വെച്ചിട്ടുണ്ട്. അതിനുശേഷം ഞാൻ ഇതിനകത്ത് ചേർക്കാൻ വേണ്ടി ഒരു അരമുറി തേങ്ങ എടുത്തു വെച്ചിട്ടുണ്ട്. ഇത് ചതച്ചാണ് എടുക്കുന്നത്, ചെറുതായിട്ടൊന്ന് ചതച്ചാണ് എടുക്കുന്നത്. അതിനുശേഷം കുറച്ച് മാങ്ങ എടുത്തു വെച്ചിട്ടുണ്ട്. ഞാൻ ഒരു അരമുറി മാങ്ങയാണ് എടുത്തു വെച്ചിരിക്കുന്നത്. നല്ല പുളിയുള്ള മാങ്ങ ആയതുകൊണ്ടാണ്. അല്ലെങ്കിൽ ഒരു മാങ്ങ വേണമെങ്കിൽ 1 കിലോ മീൻ ചേർക്കാം. അതിനുശേഷം ഞാൻ എടുത്തു വെച്ചിരുന്ന കുഞ്ഞുള്ളിയും ഇഞ്ചിയും കറിവേപ്പിലയും എല്ലാം ചതച്ച് മാറ്റി വെച്ചിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് നമ്മൾ എടുത്തു വെച്ചിരുന്ന മീൻ ഒരു ചട്ടിക്കകത്തേക്ക് എടുത്ത് ഇതെല്ലാം കൂടെ മിക്സ് ചെയ്യാൻ വേണ്ടി എടുക്കാം. ചട്ടി ഇല്ലെന്നുണ്ടെങ്കിൽ വേറെ പാത്രങ്ങളായാലും മതി. പിന്നെ ചട്ടിക്കകത്താണ് സാധാരണ എല്ലാം നല്ല ടേസ്റ്റ് കിട്ടുമെന്ന് പറയണത്. എനിക്ക് സയൻറ്റിഫിക് സൈഡിനെ പറ്റി അറിയില്ല, അല്ല ഞാൻ ചട്ടിയാണ് ഇവിടെ ഉപയോഗിക്കുന്നത്. ചട്ടിക്കകത്ത് എടുത്തതിന് ശേഷം അതിനകത്തേക്ക് നമ്മൾ ചെറുതായിട്ട് കനം കുറഞ്ഞ് അരിഞ്ഞു വെച്ചിരിക്കുന്ന മാങ്ങ, നമ്മൾ എടുത്തു വെച്ചിരുന്ന പച്ചമുളക്, കുറച്ച് ചതച്ചതിൻ്റെ ബാക്കി കുറച്ച് പച്ചമുളക് കീറിയിടുക. പിന്നെ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഉപയോഗിക്കുന്നുണ്ട്. ഒരു 1/2 ടീസ്പൂൺ മല്ലി കുറച്ച് മതിയാവും. പിന്നെ ഞാൻ മുളക് ചതച്ച് ഉപയോഗിക്കുന്നത് കൊണ്ട് മുളക് പൊടി ഉപയോഗിക്കുന്നില്ല. ചിലർ മുളക് പൊടി ഉപയോഗിക്കും, പക്ഷെ മുളക് പൊടി ഉപയോഗിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ മീൻ പീരയുടെ കളർ തന്നെ ഒരു വേറേതായി പോകും. പക്ഷെ നമ്മൾ സാധാരണ പച്ചമുളകാണ് ഉപയോഗിക്കുന്നത്. കുറച്ച് ഇതെല്ലാം കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. കൈ കൊണ്ട് നന്നായിട്ട് നമ്മളുടെ പൊടികളും ഇട്ട് ആവശ്യത്തിന് ഉപ്പൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് തിരുമ്മി വയ്ക്കുക. നമ്മൾ തിരുമ്മി വെച്ചിരിക്കുന്ന മീനിനകത്തേക്ക് ശകലം വെള്ളം ഒഴിക്കുക. ഞാനൊരു 1/2 കിലോ മീനിൽ 1/2 കപ്പ് വെള്ളമാണ് ഒഴിക്കുന്നത്. എൻ്റെ കണക്കെന്ന് വെച്ചാൽ തൊട്ടില്ല, ഒരുപാട് വെള്ളം ഒഴിക്കരുത്, അതിൻ്റെ ആവശ്യമില്ല. അതിനുശേഷം നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന തേങ്ങ ചതച്ചത് ഒന്ന് കറക്കി, 1-2 പ്രാവശ്യം കറക്കിയാൽ മതി മിക്സിക്കകത്തിട്ട്. അതിനെ മണ്ടക്കേക്ക് നിരത്തുക. അതിനകത്തിട്ട് മിക്സ് ചെയ്യേണ്ട കാര്യമില്ല, മണ്ടക്കേക്ക് നിരത്തി ഒരു വാഴയിലയിട്ട് അടച്ചു വയ്ക്കുക. വാഴയിലയിട്ട് അടച്ചു കഴിഞ്ഞാൽ ഒരു പ്രത്യേക ടേസ്റ്റ് കിട്ടും മീൻ പീരയ്ക്ക്. അതുകൊണ്ടാണ് ഞാൻ വാഴയിലയിട്ട് അടയ്ക്കുന്നത്. ഇപ്പോൾ വാഴയില കിട്ടാത്ത സ്ഥലങ്ങളാണെങ്കിൽ വാഴയിലയുടെ ആവശ്യമില്ല. അതിനുശേഷം ഒരു മൂടി വെച്ച് അടച്ചിട്ട് ഒരു 5 മിനിറ്റ്, 4 മുതൽ 5 മിനിറ്റ്, അധികം വേവില്ല മീനിന്, 4 മുതൽ 5 മിനിറ്റ് അടച്ചു വെച്ച് വേവിക്കുക. ഇപ്പോൾ ഞാൻ ആ മീൻ 5 മിനിറ്റ് അടച്ചു വെച്ച് വേവിച്ച് തുറന്നിട്ട് വളരെ സൂക്ഷിച്ചൊരു സ്പൂണോ അല്ലെങ്കിൽ ചെറിയ തവിയോ ഇട്ട് ഇളകുക. ഒരുപാടങ്ങ് കുത്തി കുഴയ്ക്കരുത്, പൊടിഞ്ഞു പോകും മീൻ. ചെറിയ വേവുള്ളതാണ് മീനിന്, അപ്പോൾ അത് പൊടിഞ്ഞു പോകുകൊണ്ട് സൂക്ഷിച്ചൊന്ന് ഇളക്കുമ്പോൾ നമുക്ക് കാണാം വെള്ളമെല്ലാം പറ്റിയിട്ടുണ്ട്. ശകലം വെള്ളമേ കാണത്തുള്ളൂ. ഡെയിലി അതങ്ങ് നമ്മൾ തുറന്ന് വെച്ച് ഇളക്കുന്ന സമയത്ത് അങ്ങ് പറ്റിക്കോളും. മീനിനകത്ത് വെള്ളമൊക്കെ നന്നായിട്ട് പറ്റി ശകലം വെള്ളമയമേ കാണത്തുള്ളൂ. അപ്പോൾ ഞാനൊരു 1/2 കിലോ മീൻ 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ മുകളിൽ കൂടെ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. നല്ല പച്ച വെളിച്ചെണ്ണ. തീ ഓഫ് ചെയ്തതിന് ശേഷം, അപ്പോഴും ചട്ടിക്ക് ചെറിയ ചൂട് കാണും. ചട്ടി ആയതുകൊണ്ട് ഒരു 2 ടേബിൾ സ്പൂൺ
വെളിച്ചെണ്ണ, നല്ല ഫ്രഷ് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. എന്നിട്ടൊന്ന് ഇളക്കുക. അപ്പോൾ നമ്മളുടെ മീൻ പീര റെഡിയായി കഴിഞ്ഞു. നിങ്ങളെൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. താങ്ക്സ് ഫോർ വാച്ചിങ്. താങ്ക് യു വെരി മച്ച്.